ഫൈനൽ എന്നോട് ഒരാൾ ചോദിച്ചു കോയ്സ് എന്തുകൊണ്ടാണ് മൂക്കിൽ മാത്രം പീൽ ഓഫ് മാസ്ക് ചെയ്യാന്നത്. ഈ കാണുന്നത് 2020 സമയത്തുള്ള എൻ്റെ മൂക്കും ഇപ്പം കാണുന്നത് 2023 ഈ റീസെൻ്റ്ലി വരെയുള്ള എൻ്റെ മൂക്കിൻ്റെ സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇത്ര വലിയ കോൺട്രിബ്യൂഷൻ ഇങ്ങനെ ആക്കിയെടുത്തതിൽ എല്ലാ കഴിവും എനിക്ക് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഈ കാണുന്ന പീൽ ഓഫ് ചെയ്ത് തരുകയാണ്. പീൽ ഓഫ് ചെയ്യാൻ അത്ര വലിയ തെറ്റാണോ? പക്ഷേ തെറ്റൊന്നുമല്ല, അത് സയൻറ്റിഫിക്കലി പ്രൂഫും അല്ല. ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ മുഖം എന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി സ്കിന്നുമാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കുരു വന്നത് എൻ്റെ മൂക്കിലാണ്. അപ്പോൾ സർവ്വനേരം വൈറ്റ് ഹെഡ് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, കുത്തിയും മാന്തിയൊക്കെ തോണ്ടിക്കൊണ്ടേ സ്ട്രിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിലാണ് എൻ്റെ മൂക്കിൽ ഡബിൾ ഇരട്ടി കുരുക്കളും കാരക്കുരുമൊക്കെ വന്നത്. അതോടെ ഞാൻ ആ പരിപാടി നിർത്തി. പോയ സ്ഥലത്ത് അത്യാവശ്യം ഹോളായിട്ടുണ്ടാവും. ഈ ഹോളിൽ അത്യാവശ്യം ഡേർട്ട് കയറിയിരുന്ന് അവിടെ ഇരുന്ന് കുരുക്കൾ കൂടുകയും ചെയ്യും. അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഞാനിപ്പോൾ മൂക്കിലധികം പണിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോയിൽ ഞാൻ പീൽ ഓഫ് മാസ്ക് മൂക്കിൽ അപ്ലൈ ചെയ്യാതിരുന്നത്. അതും പറഞ്ഞ് എൻ്റെ ഇപ്പം മൂക്കിൽ കുരുക്കൾ വന്നില്ലെന്നല്ല, എൻ്റെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട് മൂക്കിൽ ഇപ്പോഴും കുരു വന്നിട്ടുണ്ട്. പക്ഷേ കാരക്കുരുവിൻ്റെ അളവ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സ്കിൻ കെയർ കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ആയത്. അത് എനിക്ക് ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിയെന്നാ.